നനയാൻ സാധ്യതയുണ്ട് കേട്ടാ. അപ്പുറത്ത് കാലുകുട്ടി എങ്ങനെ കുട്ടി? ഓടൽ താഞ്ഞു വീഴും, ഓടൽ താഞ്ഞു വീഴും, വീഴും 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 വീഴും. ചാടി 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 വാ വാ വാ. മോളിലും താഴെയായിട്ടാണല്ലേ ബെഡ്. കേറിട്ടില്ല. ഹലോ, ഇന്ന് പുതിയൊരു വ്ലോഗാണ്. ഞങ്ങൾ എവിടേക്കാണ് പോണത്? പറ, എവിടേക്കാണ് പോണത്? പറ. ഞങ്ങൾ ഇന്ന് റിസോർട്ടിലേക്കാണ് പോണത് കേട്ടോ. ഞങ്ങള് അമ്മയുടെ വീട്ടിലെ കസിൻസ് എല്ലാവരും കൂടി റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാം. മഴയാണ്, ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. പൂളുണ്ട്, സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിച്ചു പൊളിക്കുക. ഫുൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, റീൽസ് കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെവിടെയാണ് പോണത് കേട്ടാ? കൊല്ലശ്ശേരി ഫാം ഹൗസിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്, ഏഴിക്കര. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പോണ വഴി കാണാം. കുറേ പേര് വരാനുണ്ട്, ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. അപ്പം ഇനി പോണ വഴി നമുക്ക് ഓരോന്ന് കാണാം. ഓക്കെ, സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. പിന്നെ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂടെ വരുന്ന ആൾക്കാർ അവർ നേരത്തെയൊക്കെ ഇറങ്ങി മൂത്തൂന്നത്ത് പോസ്റ്റായി, കുറേ നേരം പോസ്റ്റായി. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച്, അതിനിടയിലാണെങ്കിലോ കംപ്ലീറ്റ് ബ്ലോക്ക് കിട്ടിയാൽ അവർക്ക് കയറിപ്പോരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഫസ്റ്റായി. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ, ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് ഐറ്റംസും കുട്ടികൾക്ക് സ്നാക്സൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇങ്ങനെ പോന്നു. പറവൂര് സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പോകാനുണ്ട് കേട്ടോ. പോണ വഴിയുള്ള വ്യൂ ആണിത്. നല്ല കായലിൻ്റെ ഒക്കെ ഒരു സൈഡിലാണ്, ശരിക്കും പുഴയുടെ സൈഡിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം എന്തായാലും ഒരു കായൽ മസ്റ്റാണല്ലോ സൈഡിൽ കൂടി. നല്ല രസമുണ്ടായിരുന്നു ഇതിൽ കൂടെ പോണത് കാണാൻ. കൊല്ലശ്ശേരി ഫാം ഹൗസാണ് നമ്മൾ പോണത്. എത്തിയിട്ടുണ്ട്, കൊല്ലശ്ശേരി ഫാം ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടൊക്കെ തോന്നി. കുറച്ച് ഉള്ളിലാണ്, അപ്പോൾ പുഴയുടെ സൈഡിലാണ്, പൂളും ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. ഒരു 8 നമ്മളെത്തി. ഇതാണ് നമ്മളുടെ റിസോർട്ട്. അതന്നെ യൂട്യൂബർ. യെസ്, നമ്മുടെ പൂള് കണ്ടോ? പൂള് നമ്മൾക്ക് വേണ്ടിയിട്ട് പൂട്ടിയിട്ടേക്കാണോ? മഴയില്ലെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നൈറ്റ് പ്രശ്നം ഉണ്ടാ, ഈ ഭാഗത്തേക്ക് ഒന്നും നിൽക്കാൻ പറ്റൂല. പക്ഷെ മോർണിംഗ് അടിപൊളിയായിരിക്കും ഇവിടെ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പോവാണ്. ഹലോ, വാ ചാടാ, നമുക്ക് ചാടി ചാടി പോവാം. അപ്പുറത്താണ് സ്റ്റെയർ. ഒന്നിനും പോണില്ല കേട്ടോ. കേറുതാനും
ലേറ്റ് ഇട്ടേ ഗൈസ്. ഹായ് 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 ഹായ്. അയ്യോ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി. ഇതിൻ്റെ ഇത് യൂട്യൂബറിന്റെ വീഡിയോ. അയ്യോ ആരുടെ തല കാണില്ല. 8 പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമാണ് കണ്ടത്. ബാത്റൂം ആയാലും നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് മുകളിലത്തെയും കൂടിയും കാണാം. ബെഡൊക്കെ നല്ല വീതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. 3 പേർക്ക് 4 പേർക്ക് തന്നെ കിടക്കാൻ പറ്റും. ഇത് നല്ല രസമാണ്. ഐശ്വര്യമായിട്ട് പണിയെടുത്തു. എന്താണ് സ്പെഷ്യൽ? ഹോം മെയ്ഡ് ബീഫാണ്. ഇതാണ് റിസോർട്ടിലെ കിച്ചൺ. പുറത്താണ് കിച്ചൺ, ഔട്ട് സൈഡാണ്. അങ്ങനെ നമ്മളുടെ കുക്കാണ്, നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ ദൃശ്യമോള്. അവളുടെ എല്ലാ ഐറ്റംസും നല്ല കിടിലനാണ്. അപ്പോൾ നല്ല എരിവൊക്കെ കൂട്ടി ഇട്ടാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണം. എല്ലാവരും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പൂളിലേക്ക് എടുത്ത് ചാടാൻ. അപ്പോൾ അതിന് മുമ്പ് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോട്ടോസൊക്കെ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ എടുക്കാൻ മടിയാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ വേഗം ഫോട്ടോസും, ഞങ്ങൾ 4 കപ്പിൾസ് ഉള്ളത് കാരണം എല്ലാവർക്കും ഒരേ പോസ് പറ്റൂല എന്ന് പറഞ്ഞാലും വേറെ വേറെ പോസൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലതൊന്നും നടക്കണില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നമ്മുടെ പയ്യന്മാരാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ഫോട്ടോസൊന്നും എടുക്കണ്ട എന്നുള്ള മൈൻഡിൽ അവന്മാരവിടെ നിൽക്കുകയാണ്. ഇനി ബാക്കി കട്ട് ചെയ്യലും പരിപാടികളൊക്കെ ആയി നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് അടി മുതൽ മുടി വരെ മിക്സ് ചെയ്യണ പോലെ ഇളകണം. അപ്പോഴാണ് നല്ല മിക്സിങ് ആവും. അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റ് ചെയ്ത് ബാക്കി കുട്ടി കുട്ടി പാത്രങ്ങളിലൊക്കെ ആക്കി അടിപൊളി സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ, നല്ല ഫുള്ള് കളർഫുള്ളായിട്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലുള്ള കുറച്ചും കൂടി തണവൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാവും. അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ബാക്കി സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങളിനി പൂളിലേക്ക് ചാടാൻ പോവാണ്. ഇനി നമ്മൾ പൂളിലിറങ്ങി മക്കളെ. അങ്ങനെ ഓരോരുത്തർ റെഡിയൊക്കെ ആയി ഒക്കെ വന്ന് ഓരോരുത്തരൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും റെഡിയായി വന്നതിന് ശേഷം വേണം കംപ്ലീറ്റ് ഇനി ഇറങ്ങാനായിട്ട്. അടിച്ച് പൊളിച്ച് വെള്ളത്തിൽ കളിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പിള്ളേർ സെറ്റ് 2 പേരും വന്ന് നേരത്തെ ഡ്രസ്സൊക്കെ മാറി അവന്മാർ റെഡിയായി ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി പൂളിൽ. മഴ ഉണ്ടായില്ല കേട്ടോ, ഭാഗ്യമുണ്ട്. എന്തായാലും കുളിക്കാനായാലും ഭയങ്കര സുഖമായിട്ട് കുളിക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. അതിനിടയിലാണ് നമ്മുടെ ചേട്ടൻ അതിസാഹസികമായി ഇറങ്ങിയതിൻ്റെ പേരിൽ കാലൊക്കെ പൊട്ടിച്ച് വെച്ച്. കുഴപ്പമൊന്നുമില്ല, തൊലി പോയി എന്നാണ് പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സംഗതി പണിപാളി. പിന്നെ ആൾക്ക് ഇറങ്ങാൻ പറ്റണില്ല. വെള്ളത്തിൽ കിടക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് നിൽക്കില്ലല്ലോ പോണത്. അങ്ങനെ ചേട്ടൻ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ ഇറങ്ങി, നമ്മളെല്ലാവരും ഇറങ്ങി. ചേട്ടനെ ഞങ്ങൾ വീഡിയോഗ്രാഫറാക്കി. റീൽസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോഗ്രാഫറാക്കി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടനെ. അങ്ങനെ പിന്നെ ഫുള്ള് എല്ലാവരും ഇറങ്ങി അടിച്ച് പൊളിച്ച്. Ready, 1, 2, 3, start!
കളിച്ചോ കളിച്ചോ, കിട്ടുന്നുണ്ട്, സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. റെഡി 3 സ്റ്റാർട്ട്. പൂളിലെ അടിച്ചുപൊളി ബഹളം എല്ലാത്തിനും ശേഷം അങ്ങനെ നമ്മൾ കരയ്ക്ക് കയറി. നൈറ്റായി, രാത്രിയായി. അങ്ങനെ മൊത്തം കയറി ഡ്രസ്സൊക്കെ മാറി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എന്റെ ഫോണിലാണ് പാട്ട് വെച്ചേക്കണ്. എല്ലാവരും മൂളിയിൽ സംഗമിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടായി, ഡാൻസായി, കളിയായി, എല്ലാവരും ആയി. മൂളിയിൽ നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ് മൂളിയിൽ. നല്ല രസമാണ് മുകളിൽ ഇരിക്കാൻ. അതുപോലെ തന്നെ പിന്നെ ഫുള്ള് വള്ളംകളിയായി, പാട്ടായി, ഡാൻസായി, അടിപൊളിയായിരുന്നു. തിത്തിത്താരമായിരുന്നു കളി. തിത്തിത്താരാ തിത്തിത്തേ. പാലാഴി തീരം കണ്ടു ഞാൻ, ഞാൻ മതി. അങ്ങനെ ദീർഘ നേരത്തെ കളിക്കും പാട്ടിനൊക്കെ ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി. ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത്. ഒരു 12 മണി ആയിട്ടുണ്ടാവും ഉറങ്ങിയപ്പോൾ. അടിച്ച് പൊളിച്ച് ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ്, നമ്മുടെ കുട്ടിച്ചേട്ടൻ രാവിലെ തന്നെ എണീപ്പിച്ച്, അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ദേ കണ്ടില്ലേ കുറച്ച് ചേട്ടന്മാർ മണൽ വാരെല്ലാം തോന്നുന്നുണ്ട്. ഇത് മറ്റേ കക്കവാരനാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നല്ല ഒരു മോർണിംഗ് ഒക്കെ കുറേ നേരം അവിടെ നിന്ന് ആസ്വദിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡി ആവാനൊക്കെ പോയി. ഇനി തിരിച്ച് പോകണമല്ലോ, ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വെക്കേറ്റ് ചെയ്യാൻ ടൈമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ അതുകൂടാണ്ട് തന്നെ രാവിലെ കുറേ പേര് പൂളിലിറങ്ങി ഫുള്ള്
ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി വെള്ളയപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ ചേച്ചിയും പിന്നെ ഇത് നോക്കണ ഒരു ടീമുണ്ട്, അങ്ങനെ അവർ വന്നിട്ട് ഫുഡൊക്കെ മേടിച്ച് തന്ന് അത് കഴിഞ്ഞ് രാവിലെ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് പോവുകയാണ് നമ്മൾ. അതിനിടയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ ഫാമിലി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് പയ്യെ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റൊക്കെ ചെയ്ത് ഇറങ്ങി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയ കാരണം ജസ്റ്റ് ചെറായി ബീച്ചിലൊക്കെ ഒന്ന് കയറി കണ്ടിട്ടാണ് പോയത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലശ്ശേരി ഫാം ഹൗസിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പോകാനായാലും ബാച്ചിലേഴ്സ് ആയാലും ഫാമിലി ആയിട്ടായാലും പോകാൻ അടിപൊളിയാണ് കേട്ടോ. പൂളിലൊക്കെ എൻജോയ് ചെയ്യാം, കളിക്കാം, അടിപൊളിയാണ്. ഫുൾ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ അങ്ങനെ പോകാൻ താല്പര്യമുണ്ട്, കോൺടാക്ട് നമ്പേഴ്സൊക്കെയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ദിവസമെങ്കിലും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും തിരിച്ച് പോവുകയാണ്. ഈ കൈ ഇന്നാ ഇവിടെ ഇപ്പുറത്തൊരു കൈയുണ്ട്. അടുത്ത 6 മാസം അല്ലേ? ബൈ 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 പറ, ബൈ കാണിക്ക്. ക്യാമറാമാൻ നിമിഷ ടിവിനോടൊപ്പം ചേരുന്നു ഞങ്ങൾ സാരഥി. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ.